ഇന്ത്യയുടെ ജീവനാഡിയായ റെയിൽവേയിൽ ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകളാണ് യാത്ര ചെയ്യുന്നത്. സാങ്കേതികവിദ്യയുടെ വളർച്ചയ്ക്കനുസരിച്ച് റെയിൽവേയും തങ്ങളുടെ സേവനങ്ങളിലും നിയമങ്ങളിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരികയാണ്. എന്നാൽ ഈ മാറ്റങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാത്തത് പലപ്പോഴും സാധാരണക്കാരായ യാത്രക്കാരെ വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് നയിക്കാറുണ്ട്. അടുത്തിടെ റെയിൽവേ നടപ്പിലാക്കിയ ബോർഡിംഗ് സ്റ്റേഷൻ നിയമങ്ങളും ഇൻഷുറൻസ് പരിരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഓരോ യാത്രക്കാരനും അറിഞ്ഞിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. മുൻപ് നിലനിന്നിരുന്ന പല ഇളവുകളും ഇപ്പോൾ എടുത്തു മാറ്റപ്പെട്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് മാത്രമേ ഇനി നമുക്ക് ട്രെയിൻ യാത്രകൾ പ്ലാൻ ചെയ്യാൻ സാധിക്കൂ. റെയിൽവേ നിയമങ്ങളിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ബോർഡിംഗ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടതാണ്. നമ്മളിൽ പലരും ടിക്കറ്റ് ബുക്ക് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് കയറാൻ സാധിച്ചില്ലെങ്കിൽ ഓടിച്ചെന്ന് അടുത്ത സ്റ്റേഷനിൽ നിന്ന് ട്രെയിൻ പിടിക്കുന്ന ശീലമുള്ളവരാണ്. മുൻപ് ഒരു യാത്രക്കാരൻ നിശ്ചിത സ്റ്റേഷനിൽ എത്തിയില്ലെങ്കിൽ അടുത്ത 2 സ്റ്റേഷനുകൾ വരെ അദ്ദേഹത്തിന് സീറ്റ് ഒഴിച്ചിടാൻ ടിക്കറ്റ് പരിശോധകർക്ക്, അതായത് TTEമാർക്ക് അനുവാദമുണ്ടായിരുന്നു. അതായത് നമ്മൾ ആദ്യ സ്റ്റേഷനിൽ കയറാൻ പറ്റിയില്ലെങ്കിലും അടുത്ത 1-2 സ്റ്റേഷനുകൾക്കുള്ളിൽ ട്രെയിനിൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ സീറ്റ് സുരക്ഷിതമായിരുന്നു. എന്നാൽ ഈ ആനുകൂല്യം ഇപ്പോൾ പൂർണ്ണമായും നിർത്തലാക്കിയിരിക്കുകയാണ്. പുതിയ നിയമമനുസരിച്ച് ടിക്കറ്റിൽ രേഖപ്പെടുത്തിയ ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ ട്രെയിനിൽ കയറിയില്ലെങ്കിൽ ആ നിമിഷം തന്നെ നിങ്ങളുടെ സീറ്റ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കർശനമായ നടപടിക്ക് പിന്നിൽ റെയിൽവേ നടപ്പിലാക്കിയ ഡിജിറ്റലൈസേഷൻ എന്ന വലിയ ലക്ഷ്യമുണ്ട്. പണ്ട് TTEമാർ പേപ്പർ ചാർട്ടുകൾ നോക്കിയായിരുന്നു യാത്രക്കാരുടെ സാന്നിധ്യം പരിശോധിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അവർക്ക് നൽകിയിരിക്കുന്നത് ഹാൻഡ് ഹെൽഡ് ടെർമിനലുകൾ എന്ന അത്യാധുനിക ടാബ്ലറ്റുകളാണ്. ഒരു ട്രെയിൻ അതിൻ്റെ ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ TTEമാർ സീറ്റുകൾ പരിശോധിക്കുകയും യാത്രക്കാരൻ എത്തിയിട്ടില്ലെങ്കിൽ അത് അപ്പോൾ തന്നെ ടാബ്ലറ്റിൽ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ വിവരം തത്സമയം തന്നെ റെയിൽവേയുടെ സെർവറിലേക്ക് കൈമാറപ്പെടുന്നു. ഇതോടെ ആ സീറ്റ് ഒഴിവുള്ളതായി സിസ്റ്റം കണക്കാക്കുകയും വെയിറ്റിംഗ് ലിസ്റ്റിലോ അതുപോലെ RACയിലോ ഉള്ള അടുത്ത യാത്രക്കാരന് ആ സീറ്റ് ഓട്ടോമാറ്റിക്കായി അനുവദിക്കുകയും ചെയ്യുന്നു. സാങ്കേതികവിദ്യയുടെ ഈ വേഗതയാണ് പഴയ ഇളവുകൾ ഇല്ലാതാക്കിയത്. ഇത്തരത്തിൽ നിങ്ങളുടെ സീറ്റ് മറ്റൊരാൾക്ക് നൽകി കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് SMS സന്ദേശം എത്തും. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം. പലരും ട്രാവൽ ഏജന്റുമാർ വഴിയോ സുഹൃത്തുക്കൾ വഴിയോ ആണ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നത്. അത്തരം സന്ദർഭങ്ങളിൽ പലപ്പോഴും ബുക്ക് ചെയ്യുന്ന വ്യക്തിയുടെയോ ഏജന്റിൻ്റെയോ ഫോൺ നമ്പറായിരിക്കും ടിക്കറ്റിൽ ഉണ്ടാവുക. ഇതിനാൽ സീറ്റ് നഷ്ടപ്പെട്ട വിവരം യാത്രക്കാരൻ അറിയാതെ പോകുകയാണ്. ട്രെയിനിൽ കയറാൻ വൈകിയ യാത്രക്കാരൻ അടുത്ത സ്റ്റേഷനിൽ ഓടിപ്പിടിച്ചെത്തുമ്പോഴേക്കും തൻ്റെ സീറ്റിൽ മറ്റൊരാൾ ഇരിക്കുന്നത് കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സ്വന്തം മൊബൈൽ നമ്പർ തന്നെ നൽകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്രതീക്ഷിതമായ കാരണങ്ങളാൽ ബോർഡിംഗ് സ്റ്റേഷനിൽ എത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പായാൽ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് റെയിൽവേ കൃത്യമായ പരിഹാരം നൽകുന്നുണ്ട്. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത സ്റ്റേഷനിൽ നിന്ന് കയറാൻ സാധിക്കില്ലെങ്കിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് കുറഞ്ഞത് 24 മണിക്കൂർ മുൻപെങ്കിലും ബോർഡിംഗ് പോയിന്റ് മാറ്റാൻ അപേക്ഷിക്കണം. IRCTC വെബ്സൈറ്റ് വഴിയോ മൊബൈൽ ആപ്പ് വഴിയോ വളരെ എളുപ്പത്തിൽ ഇത് ചെയ്യാവുന്നതാണ്. കൃത്യസമയത്ത് ബോർഡിംഗ് സ്റ്റേഷൻ മാറ്റിയില്ലെങ്കിൽ പണം തിരികെ ലഭിക്കാതെ സീറ്റ് നഷ്ടപ്പെടും എന്നത് യാത്രക്കാർ ഗൗരവകരമായി കാണേണ്ടതാണ്. യാത്ര ആരംഭിക്കുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പുകളിൽ ഈ ഒരു കാര്യം കൂടി ഉൾപ്പെടുത്തുന്നത് യാത്ര സുഗമമാക്കാൻ സഹായിക്കും. യാത്രക്കാരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രാവൽ ഇൻഷുറൻസ്. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വേളയിൽ നമ്മളിൽ പലരും ശ്രദ്ധിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ മനഃപൂർവ്വം ഒഴിവാക്കുന്നതോ ആയ ഒരു ഓപ്ഷനാണിത്. വെറും 35 മുതൽ 45 പൈസ വരെ മാത്രമാണ് ഇതിൻ്റെ പ്രീമിയം തുക. ₹1 താഴെ മാത്രം ചെലവുള്ള ഈ ഇൻഷുറൻസ് പദ്ധതി നൽകുന്ന പരിരക്ഷ പക്ഷേ ലക്ഷക്കണക്കിന് രൂപയുടേതാണ്. നിർഭാഗ്യവശാൽ യാത്രയ്ക്കിടെ അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ യാത്രക്കാരനും കുടുംബത്തിനും വലിയൊരു സാമ്പത്തിക ആശ്വാസം നൽകാൻ ഈ ചെറിയ തുകയ്ക്ക് സാധിക്കും. മൊറേന സ്വദേശിയായ രവികുമാർ ശർമ്മയുടെ കുടുംബത്തിന് ലഭിച്ച 10 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് തുക ഇതിനൊരു വലിയ ഉദാഹരണമാണ്. വെറും 45 പൈസ മുടക്കിയ ഇൻഷുറൻസ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് നിയമപരമായ വലിയൊരു സഹായമായി മാറി. IRCTC വഴി ഓൺലൈനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഇൻഷുറൻസ് സൗകര്യം ലഭ്യമാകൂ. അപകടം മൂലം മരണം സംഭവിക്കുകയോ അല്ലെങ്കിൽ പൂർണ്ണമായ അംഗവൈകല്യം ഉണ്ടാവുകയോ ചെയ്താൽ 10 ലക്ഷം രൂപ വരെയാണ് ഇൻഷുറൻസ് പരിരക്ഷയായി ലഭിക്കുന്നത്. ഭാഗികമായ അംഗവൈകല്യത്തിന് 7.5 ലക്ഷം രൂപയും അപകടത്തെ തുടർന്നുള്ള ആശുപത്രി ചെലവുകൾക്കായി 2 ലക്ഷം രൂപ വരെയും ക്ലെയിം ചെയ്യാൻ സാധിക്കും. ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഘട്ടത്തിൽ ട്രാവൽ ഇൻഷുറൻസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് യെസ് എന്ന് നൽകിയാൽ മാത്രം മതി ഈ സുരക്ഷാ കവചം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ടിക്കറ്റ് കൺഫേം ആയി കഴിഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി വിവരങ്ങൾ നിങ്ങളുടെ മെയിലിലും
ഫോണിലും ലഭ്യമാകും. ഇൻഷുറൻസ് എടുക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നോമിനിയുടെ വിവരങ്ങൾ കൃത്യമായി നൽകുക എന്നതും. അപകടമുണ്ടായാൽ ക്ലെയിം തുക ആർക്ക് ലഭിക്കണം എന്നത് മുൻകൂട്ടി നിശ്ചയിക്കണം. മരണപ്പെട്ട വ്യക്തിയുടെ അവകാശികൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിനായി ഡെത്ത് സർട്ടിഫിക്കറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, റെയിൽവേ പോലീസിന്റെ റിപ്പോർട്ട് തുടങ്ങിയ രേഖകൾ കൃത്യമായി സമർപ്പിക്കേണ്ടതുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കാരണം അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ നഷ്ടമാകാറുണ്ട്. IRCTC വെബ്സൈറ്റിൽ ലഭ്യമായ ഈ ഇൻഷുറൻസ് സൗകര്യം ഓരോ യാത്രക്കാരനും നിർബന്ധമായും ഉപയോഗപ്പെടുത്തേണ്ട ഒന്നാണ്. റെയിൽവേ നിയമങ്ങൾ കൂടുതൽ കർശനമാക്കുന്നത് യാത്രക്കാരുടെ സൗകര്യം വർദ്ധിപ്പിക്കാനാണെങ്കിലും കൃത്യമായ അറിവില്ലായ്മ വലിയ ചതിക്കുഴികളായി മാറാം. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ മുതൽ യാത്ര അവസാനിക്കുന്നത് വരെ ഓരോ ഘട്ടത്തിലും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കൃത്യമായ ബോർഡിംഗ് സ്റ്റേഷനിൽ നിന്ന് തന്നെ യാത്ര ആരംഭിക്കുക. അല്ലാത്ത പക്ഷം നിയമപരമായി അത് മാറ്റുക. ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ സ്വന്തം ഫോൺ നമ്പർ നൽകുക. നിസ്സാര തുകയുടെ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക തുടങ്ങിയ ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ട്രെയിൻ യാത്രകൾ കൂടുതൽ സുരക്ഷിതവും സമാധാനപരവുമാക്കാം. ഇന്ത്യൻ റെയിൽവേ ഡിജിറ്റൽ യുഗത്തിലേക്ക് ചുവട് വയ്ക്കുമ്പോൾ യാത്രക്കാരും ആ മാറ്റങ്ങൾക്കൊപ്പം മാറേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. അടുത്ത തവണ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഈ വിവരങ്ങൾ ഓർമ്മയിൽ വെക്കുക. നിങ്ങളുടെ സുരക്ഷിതമായ യാത്ര നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.